ലോക മുസ്ലിമീങ്ങളെ ദുഃഖത്തിലാഴ്ത്തി ഇന്ത്യൻ ഭരണകേന്ദ്രങ്ങളെ വിറങ്ങലിപ്പിച്ച് ലക്ഷദ്വീപിനെ കണ്ണീർ സാഗരമാക്കി. ദ്വീപിന്റെ മനസ്സിൽ നിന്നും മായാത്ത ദിവസം. മെയ് മാസം 4-ാം തീയതി ഉണ്ടായ സംഭവം നീ കേള് ബിയ. മഴ തണ്ണി പൊന്തി വന്ന് നാട്ടുപെട്ട നാട്ടായിരോ പേടിച്ച കഥ കേള് ബിയ. മേലാബായ് കടലിൽ ഉണ്ടായ ന്യൂനമർദ്ദം നാടാകെ മാറ്റി മറിച്ചേ ലിബിയ. പേടിച്ച് ഹൈറാനപ്പെട്ടെല്ലാവരും മുഹ്യിദ്ദീനെ വിളിച്ചത് കേട്ട ലിബിയ. പൊന്തി വന്നുള്ള തണ്ണിയാലെ ബോട്ടും നശിച്ച് നിരവധി തെങ്ങുകളും വീണ് പോരാ. അദ്രോസ് പള്ളിയ ആറ്റുള്ള ഫാലാലം മറിഞ്ഞ് വീണ് വണ്ണേം വീടക്കായ ലിബിയ. മൺമന്തി കോളനിയിൽ തണ്ണി വന്ന് നിറഞ്ഞേലം ഊറിയ തെങ്ങ ഇടുപ്പാനും മാളിക ഓടിയ ഓട്ടം കണ്ട് നന്ന കുഞ്ഞി ബേഹബറായി കിലശം പിടിച്ചെലിയ ബിയ. തിരുവായ തിരുവല്ലം തണ്ണി വന്ന് നിറഞ്ഞിട്ട് ചെറിയന ഉച്ചി നാം പോയേ ലിബിയ. ആടും പയ്യൂനും പൂച്ചക്കോളി ശത്ത് മല്ലച്ചതും കണ്ടിട്ട് നെഞ്ചിൽ കൈവച്ചേ ലി. വീടായ വീട് വണ്ണം തണ്ണി കേറി നിറഞ്ഞിട്ട് സാധനം പുല്ലും നശിച്ചേ ലിബിയ. സീമന്ത് ചാക്കും മണ്ണും തേങ്ങാ പൂണ നശിച്ചതും നീ തന്നെ കണ്ടേലിയ ബിയ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ മറന്നിട്ട് ജീവിച്ച ഫലമാണ് ബിയ ഇത്. നിസ്കാരവും ദീനും വിട്ട് നടന്നാലേ ഇതുപോലെ പല പല കാഴ്ച കാണും മോളെ. റബ്ബുൽ-ആലമീനായ തമ്പുരാനെ മറന്നിട്ട് ജീവിച്ച ഫലമാണ് ബിയ ഇത്. നിസ്കാരവും ദീനും വിട്ട് നടന്നാലേ ഇതുപോലെ പല പല കാഴ്ച കാണും മോളെ. 2004 മെയ് മാസം 4-ാം തീയതി ഉണ്ടായ സംഭവം